അങ്ങകലെ ഒരു ഗ്രാമത്തിലാണ് ഗോവിന്ദിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ഗോവിന്ദിന്റെ അച്ഛൻ ഒരു കപ്പലിന് കൃഷിക്കാരനായിരുന്നു. ആ വർഷം അവർക്ക് നല്ല വിള കിട്ടി. അവർ ഗോവിന്ദിന് കുറച്ച് മുതലുകൾ വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അന്നു രാത്രി ഗോവിന്ദിന്റെ അച്ഛൻ രോഗിയായി കിടപ്പായി. ഗോവിന്ദിന്റെ അമ്മയ്ക്ക് സങ്കടമായി. ഗോവിന്ദ് അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മേ, ഞാൻ ചന്തയിൽ പോയി കപ്പലിന് വിറ്റിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് കഥപൂട്ടുകയിൽ കപ്പലിൽ ചാക്ക് തോളിലിട്ട് യാത്രയായി. വഴിവച്ചിൽ വിഷമു വളഞ്ഞൊരമ്മൂമ്മയെ കണ്ടു. ഗോവിന്ദ് കുറച്ച് കപ്പലിൽ കൊടുത്തു. നീ നന്നായി വരും മോനെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ചന്തയിലെത്തിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവന്റെ ചാക്ക് കാലിയായിരിക്കുന്നു. അവൻ കരഞ്ഞുകൊണ്ട് കപ്പലിനെ നോക്കി രാത്രിയായി. നീ എന്റെ വലിയൊരു കുളമാക്കുമല്ലോ. ശബ്ദം കേട്ടതിലേക്ക് അപ്പോൾ അതാ ഒരു ഉറുമ്പുപെണ്ണ് ഉടമ്പ് വെച്ച് നിൽക്കുന്നു. എന്തിനാ നീ കരയുന്നത്? ഉറുമ്പുപെണ്ണ് ചോദിച്ചു. ഗോവിന്ദ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഉടച്ചു കപ്പലിന്റെ എന്റെ കയ്യിലുണ്ട്. പകരം ഗോവിന്ദ് എന്റെ പിന്നീട് അത് തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പകരം നിനക്ക് എന്താണ് വേണ്ടത്? ഉടുമ്പപ്പെണ്ണ് ചോദിച്ചു. എനിക്ക് ഉടച്ചു വിത്ത് കടക്കണം മാത്രം മതി. ഉടുമ്പപ്പെണ്ണ് ചാക്കിൽ കുടച്ചു കടക്കണ ഗോവിന്ദിന് കൊടുത്തു. ഗോവിന്ദതുമായി പോകും വഴി ആ അണ്ണാക്കണ്ണന്മാരെ കണ്ടു. തന്റെ കപ്പലിന്റെ തിരിച്ചു തരുവാൻ അണ്ണാക്കണ്ണന്മാരോട് കെഞ്ചി. പകരം നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് കുറച്ച് വിത്ത് മതി. അണ്ണാക്കണ്ണന്മാരോട് ചാക്കി കുടച്ച് വിത്ത് ഗോവിന്ദിന് കൊടുത്തു. ഗോവിന്ദതുമായി സന്തോഷത്തോടെ പോകും വഴി ആ അമ്മൂമ്മയെ കണ്ടു. അമ്മൂമ്മ അടുത്തെത്തിയതും അമ്മൂമ്മയുടെ മറുപടി കൊടുത്തു. ഈ പുതിയ വിശേഷങ്ങളുമായി ഗോവിന്ദ് മടങ്ങിയെത്തി വീട്ടിലേക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കാലത്ത് എന്താ കുളമ്പാടം തോന്നിയത്? വിശക്കുന്നവരെ, ആപത്തിൽ പെട്ടവരെ നമ്മൾ സഹായിക്കണം.